ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, ഈ മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. ആഴക്കടൽ ഖനനം അതെങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ്. സമരത്തിലാണ് അവർ. എങ്ങനെയാണ് സർക്കാരിൻ്റെ നിലപാട്? ഞാൻ ഇന്നലെ നിയമസഭയിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ആഴക്കടൽ ഖനനം, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ കൊല്ലത്തിൻ്റെ തീരമേഖലയിലാണ്. കൊല്ലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആലപ്പുഴയുടെ അതിർത്തി മുതൽ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി വരെ വരുന്ന ഒരു വലിയ ഭാഗം 12 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ്. 16 മുതൽ 30 നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്നത് ഈ ഭാഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖനനത്തിൻ്റെ ഭാഗമായി വൻ കപ്പലുകളും അതിൻ്റെ ഭാഗമുള്ള എക്യുപ്മെൻറ്റ്സും എല്ലാം വന്ന് നിരക്കുന്നതോടുകൂടി തന്നെ അവിടെ ഇനിയും മീൻ പിടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ഈ 12 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ അധികം മീൻ ലഭിക്കില്ല. 12-ന് അപ്പുറത്തേക്ക് ഒരു 30 നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ്, ആഴക്കടലിലോട്ട് പോകുന്നതിന് ഇപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സുലഭമായ മത്സ്യം കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നെത്തോലി, മത്തി, അയില ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിലെ നമ്മുടെ സാധാരണ ആൾ ഉപയോഗിക്കുന്ന മത്സ്യം കിട്ടുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഖനനം വരുന്നതോടുകൂടി ഒരു കാരണവശാലും പിന്നീട് ഇവർക്ക് അങ്ങോട്ട് പോയി മത്സ്യം നടക്കില്ല. ഒന്നത്. രണ്ട്, ഇത്രയും ഖനനം ഒരു കടലിൻ്റെ ഈ ഭാഗത്ത് നടന്നു കഴിയുന്നതോടുകൂടി ഒരുപാട് പാരിസ്ഥിതികമായ പ്രശ്നമുണ്ടാകും. കാരണം ഈ വെള്ളം കലങ്ങുമെന്നാണ് പറയുന്നത്. വെള്ളം കലങ്ങുന്നതോടുകൂടി പാരിസ്ഥിതികമായിട്ട് കടലിൻ്റെ നിലവിലുള്ള അതിൻ്റെ സംവിധാനം തന്നെ മാറ്റങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വലിയ തോതിൽ ഇതിനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ആളുകൾ പഠിച്ച് മനസ്സിലാക്കി പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാമ്പത്തികമായ നമ്മുടെ ഒരു മേഖല പൂർണ്ണമായും ഇത് കോർപ്പറേറ്റുകളുടെ പോകും. അതായത് ഇപ്പോൾ ഈ പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് ഈ സ്വകാര്യ പങ്കാളിത്തം അല്ലെ സ്വകാര്യ മേഖലയ്ക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഖനനം ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രായോഗികമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ കുത്തകൾ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള കോർപ്പറേറ്റ് അടക്കം വളരെ സുലഭമായി ഇത് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇവിടെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വലിയ കോർപ്പറേറ്റ് അധിനിവേശം അല്ലെ കടന്നുകയറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതുപോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സന്ധാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ചുറ്റുപാടുകളിൽ ഇതിൻ്റേതായ പ്രയാസങ്ങൾ വരും. കാരണം മത്സ്യം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ കടലിൽ പോകാൻ പറ്റാതെ വരുമ്പോഴത്തെ സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ജീവിതത്തിനെ ബാധിക്കുമല്ലോ. അതൊരു പ്രയാസകരമായ അന്തരീക്ഷത്തിൽ വരും. ഒരു കാര്യം, ഈ ടെൻഡർ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നൊരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സമീപിക്കുകയും ചെയ്തു. നമ്മുടെ ഫിഷറീസ് മന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെയുള്ളൊരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന്? ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് ഉപേക്ഷിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? അല്ല, ഉപേക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ പറയുന്നത്. കക്ഷിയോ രാഷ്ട്രീയമൊന്നുമില്ല. ഇത് നമ്മുടെ പരമ്പരാഗത മേഖലയെ പൂർണ്ണമായി തകർക്കും. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ മണലാണല്ലോ ഇവർ പറയുന്നത്, സുലഭമായി വെളുത്ത മണൽ കിട്ടും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ധാതുക്കൾ കടലിനകത്തുണ്ട്. ഈ ധാതുക്കൾ കൂടി കൊള്ളയടിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നീങ്ങുന്നുള്ള ആർക്കും മനസ്സിലാവും. പകൽ പോലെ വെളിച്ചമുള്ളൊരു കാര്യമാണ്, വെളിവാകുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ മേഖലയിലേക്ക് കോർപ്പറേറ്റുകൾ കടന്നു വരാനും ധാതുക്കളടക്കം കൊള്ളയടിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ ഈ 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരം മുഴുവൻ നഷ്ടപ്പെടും. പിന്നെ കടൽ കയറും കരയിലേക്ക്. ഇപ്പം തന്നെ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കടൽക്ഷോഭം വരുന്നു. അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ മരണപ്പെടുന്നു. ഈ ഖനനം വരുന്നതോടുകൂടി കടൽ കയറുമെന്നുള്ള ആർക്കും അറിയാത്തത്. വലിയ തരത്തിലുള്ള കടൽക്ഷോഭത്തിലേക്ക് വരും. കേരളത്തിൻ്റെ കര മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ പ്രകൃതിയിലെ തന്നെ ഒരു ദുരന്തത്തിലേക്ക് കേരളം വഴിമാറും. കാരണം കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കടലാണ്, ഇപ്പുറത്ത് കായലാണ് അല്ലെ നദിയാണ്, ഒരു 60% ജലാശയമാണ്. കടൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം തന്നെ അപ്പർ കുട്ടനാട് മേഖലയിൽ ഇപ്പോൾ തന്നെ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞു. ഇപ്പം തന്നെ വലിയ പ്രതിസന്ധിയാണ് കൃഷിക്കാർ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മത്സ്യമേഖല മാത്രമല്ല, നമ്മുടെ കാർഷിക മേഖലയും നമ്മുടെ വിഭവ സമാഹരണ മേഖലയും നമ്മുടെ എല്ലാ സാമൂഹിക ജീവിതത്തെയും സ്പർശിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് കേന്ദ്ര നിലപാടിൽ നിന്ന് മാറണം. കേരളത്തെ ഇതിനകത്തുനിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇതിന് പറ്റിയ എവിടെയെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നോക്കി ചെയ്യട്ടെ. ഒരു സംസ്ഥാനത്തെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഖനന പ്രക്രിയ, ആയിരക്കണക്കിന് മെട്രിക് ടൺ സാധനം എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കടൽ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് യാതൊരു സംശയം വേണ്ട. ആദ്യഘട്ടത്തിൽ കൊല്ലമാണെങ്കിലും പിന്നീട് തൃശ്ശൂർ,
പിന്നെ മലപ്പുറം, അങ്ങനെ പൊന്നാനി അടക്കമുള്ള മേഖലകളും ഈ ഖനനത്തിൻ്റെ പരിധിയുണ്ട്. അങ്ങനെ ആലോചനയും അതിൻ്റെ തീരുമാനവും എടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിരോധത്തിലേക്ക് പോവാണ്. ഹർത്താൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മറ്റ് സമരങ്ങളും ആലോചിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷവും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാരിന്. ഒരു സംയുക്തമായ ഒരു പ്രമേയം നിയമസഭയിൽ എത്തിക്കാനുള്ള ആലോചന നടക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു സംയുക്ത പ്രമേയത്തിന് വേണ്ടിയുള്ള ആലോചന നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ സെക്ഷൻ തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം മത്സ്യത്തൊഴിലാളിയോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെൻറ്. പ്രതിപക്ഷത്തിൻ്റെ നിലപാടിപ്പം ആ രൂപത്തിലാണെന്ന് അവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും യോജിച്ച ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ യോജിച്ച ഒരു സമരം മത്സ്യത്തൊഴിലാളികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കേന്ദ്ര നയത്തിനെതിരായി സംസ്ഥാനം നടത്തണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് യോജിച്ച പ്രമേയം വരും. അതുപോലെ തന്നെ യോജിച്ച സമരമെങ്കിൽ യോജിച്ച സമരത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗവൺമെൻറ് നിലപാട് കൃത്യമായി ഞാൻ പറയുന്നു, ഈ ഖനനത്തോടൊരു കാരണവശാലും ഗവൺമെൻറ് യോജിക്കാൻ കഴിയില്ല. ഈ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് തിരുത്തണം. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, പ്രത്യേകിച്ച് കേരളത്തിൽ ഫിഷറീസ് മന്ത്രി അടക്കമുണ്ട്, അവർ ഈ പ്രശ്നം ഗൗരവമായി പരിശോധിച്ച് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ച് ഈ കാര്യത്തിൽ ഒരു ശരിയായ നിലപാട് അവർ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ്. ഇത് കേരളത്തിൽ, ഈ കൊല്ലത്ത് മാത്രമല്ല, കേരളത്തിന് 600 കിലോമീറ്റർ തീരം മുഴുവൻ ഇത്തരത്തിലുള്ള ധാതുക്കൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് മുഴുവൻ ഖനനം ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളം ഉണ്ടാകത്തില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രയും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടാൻ എന്തായാലും നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മത്സ്യത്തൊഴിലാളിയുടെ മാത്രം പ്രശ്നമല്ല, കേരളീയ സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നം, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നത്. തീർച്ചയായും സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമായി തന്നെയാണ് സർക്കാർ ഈ വിഷയത്തെ കാണുന്നത്. കടൽ ഖനനത്തിനെതിരെ കടുത്ത നിലപാടുമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ ആർ. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.